സർക്കാർ ഇത് മുഴുവൻ പിടിച്ചെടുക്കും. മാത്രമേ യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം, ഈ വ്യക്തിയെ ബാൻ ചെയ്യും. പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. കാർ നീന്തൽക്കുളമാക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ഒരു വിഷയം. ഇനി ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് കൂടുതലായിട്ട്. അദ്ദേഹത്തിൻ്റെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി കൂടുതലായിട്ട് കാണിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഒരു 2019, 2018 മുതലൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലാണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് കത്തി കയറി വന്നിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ആളുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡായിട്ടാണ് പുള്ളി സംസാരിക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഒരു പൊളപ്പൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്ക്. പലർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏകദേശം 10-20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കണ്ടുണ്ട്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഈയിടെയായിട്ട് വളരെയധികം വൈറലാകാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിന് തീരെ റീച്ച് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ടാറ്റ സഫാരി കാറിൻ്റെ അകത്ത് അദ്ദേഹം പടുതായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. സീറ്റൊക്കെ എടുത്ത് മാറ്റി പടുതായിട്ടതിന് ശേഷം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പടുതായിട്ട് ആ പടുതായ്ക്കകത്ത് നിറച്ചും വെള്ളം നിറച്ച്, ഒരു കാറിൻ്റെ അകത്താണെന്ന് ആലോചിക്കണം. അങ്ങനെ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് പുള്ളി എന്ത് ചെയ്തു, ആ വെള്ളത്തിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂളിനകത്ത് കുളിച്ചുകൊണ്ട് വേറെ ഒരാൾ വണ്ടി മുമ്പിലിരുന്ന് ഓടിക്കുന്നു. അങ്ങനെ ഈ ഒരു വണ്ടി പൊതുനിരത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പുള്ളി കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്ക് ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട്, വെയിറ്റ് കൊണ്ട് വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന എയർ ബാഗൊക്കെ പൊട്ടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു വാട്ടർ ടാങ്കിന് അല്ലെങ്കിൽ ആ ഒരു പടുതയ്ക്കകത്ത് നിറച്ചിരുന്ന വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി കളയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് നടു റോഡിലായിപ്പോയി. അങ്ങനെ അത് അവിടെ ഭയങ്കര ആൾക്കാരൊക്കെ കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇത് പുറംലോകം അറിയുന്നത്. ഒരുപക്ഷെ ആ ഒരു എയർ ബാഗ് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയമാകത്തേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് അവിടെ ആൾക്കാരൊക്കെ തടിച്ചു കൂടുകയും ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും അന്ന് അത് അപ്ലോഡ് ചെയ്ത് ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം വിവാദമാകുന്നതും പിന്നീട് MVDക്ക് പല സൈഡിൽ നിന്നും പരാതി പോകുന്നതും. അങ്ങനെ MVD ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നു. മാത്രമല്ല അങ്ങനെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുന്നു. പുള്ളി എന്തൊക്കെയോ വിശദീകരണം കൊടുത്തതിന് ശേഷം MVD എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ സേവനം ചെയ്യാനായിട്ടുള്ള ഒരു പണിഷ്മെൻ്റാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ ഒരു നടപടിക്ക് ശേഷം അദ്ദേഹം അന്ന് തന്നെ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കുകയും ആ വീഡിയോയ്ക്കകത്ത് മീഡിയാസിനെയും, അത് എല്ലാ മീഡിയാസും ഈ ഒരു വാർത്ത വളരെയധികം ഇതായിട്ട് എടുത്തു. കാരണം ഒരു യൂട്യൂബറിൻ്റെ വാർത്തയും കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മീഡിയാസിനും നല്ല റീച്ച് കിട്ടും. അതുകൊണ്ട് അവരും അത് വളരെ കാര്യമായിട്ട് തന്നെ ഒരു വീഡിയോ ആക്കി വലിയ കണ്ടൻ്റാക്കി മാറ്റി. ഏതായാലും MVD ഇങ്ങനെ ഒരു നടപടിയൊക്കെ എടുത്തതിന് ശേഷം പുള്ളി വീട്ടിൽ ചെന്നിട്ട് ആ ഒരു റിയാക്ഷൻ വീഡിയോ പുള്ളി ചെയ്യുന്നു. ആ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് പുള്ളി MVDനെയും അതുപോലെ തന്നെ മീഡിയാസിനെയും ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം കാര്യങ്ങളൊക്കെ നടത്തി. സ്വാഭാവികമായിട്ടും മീഡിയാസിനെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയാസ് അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ മീഡിയാസ് എന്ത് ചെയ്തു, അതിനെതിരെ വളരെ ശക്തമായിട്ട് സഞ്ജുവിനെതിരെ കൂടുതൽ നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മീഡിയാസിനെ കളിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ ചൊടിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. കാർ നീന്തൽക്കുളമാക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി. നിയമലംഘനത്തിന് ഉപയോഗിച്ച കാർ 1 വർഷത്തേക്ക് നിരത്തിലിറക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു. യൂട്യൂബറും വ്ളോഗറുമായ സഞ്ജു ടെക്കിയുടെ ഗതാഗത നിയമലംഘനങ്ങളുടെ വ്ളോഗുകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് വീഡിയോകൾ നീക്കം ചെയ്തത്. പ്രഷർ കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും MVD അതുപോലെ തന്നെ ഹൈക്കോടതിയും ഈ കാര്യത്തിൽ ഇടപെട്ടു. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും MVD എന്ത് ചെയ്തു, അവരുടെ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി. സഞ്ജുവിനെ വിളിച്ചു വരുത്തി വീണ്ടും വിശദീകരണം ചോദിക്കുന്നു. സഞ്ജുവിൻ്റെ ലൈസൻസ് ആജീവനാന്ത കാലം റദ്ദാക്കും. അത്
സഞ്ജു ടെക്കി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ചോദിച്ച് മേടിച്ച ഒരു സംഭവം തന്നെയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം ഒരു മാപ്പ് മര്യാദയ്ക്ക് പറഞ്ഞ് ആയിരുന്നെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു കേസായിരുന്നു. പക്ഷേ പുള്ളി അത് നിയമവ്യവസ്ഥയും അധികാരികളെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പല ഭാഗത്തു നിന്നും പുള്ളിക്ക് പണി വന്നു. ഏതായാലും അങ്ങനെ പുള്ളിയുടെ ലൈസൻസ് ഇപ്പോൾ ആജീവനാന്ത കാലം റദ്ദാക്കി, വണ്ടിയുടെ RC ബുക്ക് ക്യാൻസൽ ചെയ്തു. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആജീവനാന്തകാലം ലൈസൻസ് റദ്ദാക്കിയ ആ ഒരു സംഭവത്തോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ലൊരു ഫൈൻ ഒരിക്കലും പുള്ളി ജീവിതത്തിൽ മറക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ഫൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ ലൈസൻസ് റദ്ദാക്കുന്ന രീതിയിൽ അതിനുശേഷം വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാം എന്നുള്ള ഒരു നിബന്ധനയൊക്കെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ആജീവനാന്തകാലം റദ്ദാക്കി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല പേഴ്സണലി. അത് അവിടെ കഴിഞ്ഞു. നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒരു സ്റ്റേജിൽ ഒരു സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിക്കാം. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു, ഒരു ചെറുപ്പക്കാരൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയൊരു അപകടമുണ്ട്. അരാജകത്വം എന്നാണ് പറയുന്നതിനൊക്കെ. അതൊരിക്കലും അനുവദിക്കാൻ പറ്റും. നിയമവിരുദ്ധമായ നിയമലംഘനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുത്തു. ഡിപ്പാർട്ട്മെൻറ്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞു. ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതൊരു മാതൃകയാണ്. ഇതൊന്ന് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് റേറ്റിംഗ് കൂട്ടി. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി തരികയാണ്, ഇയാൾ യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ പണം ഉണ്ടാക്കി. ഗവൺമെൻറ് EDക്ക് ഒരു പരാതി കൊടുത്താൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കും. യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും, ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും. മാത്രമേ യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം, ഈ വ്യക്തിയെ ബാൻ ചെയ്യും. പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. പണം ഉണ്ടാക്കിയതെല്ലാം പോകും, ജയിലിലും കിടക്കും. അദ്ദേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പൊതുസമൂഹത്തോട് അവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ, അല്ലെങ്കിൽ അവരുടെ കൈയടി കിട്ടാനായിട്ട് പറഞ്ഞതാണോ, അതെയോ ഇത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കി, വണ്ടിയുടെ RC ബുക്ക് ക്യാൻസൽ ചെയ്തു. സ്വാഭാവികമായിട്ട് ആ വണ്ടിയും പോയി. 10-25 ലക്ഷം രൂപ കൊടുത്ത് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ആ യൂട്യൂബർ അത് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു വണ്ടി തന്നെയാണ്. എന്നിട്ടും ഇവരുടെ ആ ഒരു ദേഷ്യം, അതായത് അധികാര മനോഭാവത്തിന്റെ ആ ഒരു ദേഷ്യം തീരുന്നില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടെ തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ KV ഗണേഷ്കുമാർ ഇത് അടുത്ത ലെവലിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ പറയുകയാണ് സ്വത്തുക്കൾ കണ്ടുകിട്ടുമെന്ന്. അതായത് EDനെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകിട്ടുമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന പോലെ ഞാനും യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, എത്രത്തോളം അധ്വാനിക്കണം എന്നുള്ളതും, എത്ര ബുദ്ധിമുട്ടി നമ്മൾ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുള്ളൂ. ഒരുപക്ഷെ ശരിയായിരിക്കാം, വീട്ടിലിരുന്നൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ള കഷ്ടപ്പാട് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വെറുതെ ഒന്നും യൂട്യൂബ് ആരെയും വളർത്തിക്കൊണ്ട് വരില്ല. അവർക്ക് നല്ല രീതിയിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. 1000 പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ 10-15 പേരെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആവേശത്തിൽ തുടങ്ങുന്ന, അല്ലാണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എനിക്കത് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പലരുടെയും ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ ഞാനിപ്പോൾ ഇതിൻ്റെ അത് കാണിച്ചു തരാം. അതായത് അധ്വാനിക്കാതെ, ഇനിയെങ്കിലും അധ്വാനിച്ച് പണിയെടുത്ത് തിന്നാൻ നോക്ക്, പണിയെടുക്കാതെ കിട്ടുന്ന കാശല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. ആ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബർ 2018-19 മുതലൊക്കെ ഉള്ള ഒരു 5-6 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജും ഒരു സാമ്രാജ്യം തന്നെ. അദ്ദേഹത്തിന്റെ വീടും വണ്ടികളും അദ്ദേഹത്തിന്റെ സമ്പാദ്യമൊക്കെ ഒക്കെ ശരിയാണ്. ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞു, യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്തു, RC ബുക്ക് കട്ട് ചെയ്തു. ഇതിൽ കൂടുതൽ എന്താ, RC ബുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ആ വണ്ടി ഇനി അയാൾക്ക് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10-25 ലക്ഷം രൂപയുടെ നഷ്ടം അവിടെ തന്നെ പുള്ളിക്ക് വന്നു. പിന്നെ മാനഹാനി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, പുള്ളിയുടെ ഇമേജിനുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ശിക്ഷ ഇപ്പോൾ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പുള്ളിയുടെ സ്വത്തുക്കളും കൂടെ കണ്ടുകിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇച്ചിരി ഓവറല്ലേ? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? 500 വീഡിയോസും കണ്ട് അതിൽ കൂടുതൽ വീഡിയോസ് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഒരു 8 വീഡിയോസും കണ്ട് അവർ റിമൂവ് ചെയ്തു. അതിൻ്റെ പേരിൽ പുള്ളിയുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ചില രാഷ്ട്രീയക്കാർ ഇതുപോലെ പകപോക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളോട് നീ കളിച്ചല്ലേ, എന്നാൽ പിന്നെ നിന്റെ തീർത്തിട്ട് അല്ലെങ്കിൽ നിന്റെ എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ കരിയർ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ഒരുപക്ഷെ ആ യൂട്യൂബർ ചെയ്ത അല്ലെങ്കിൽ സഞ്ജു ടെക്കി ചെയ്ത ക്രിമിനൽ സ്വഭാവമുള്ള ആ ഒരു തെറ്റിനെക്കാട്ടും വലിയ തെറ്റായി പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശിക്ഷയൊക്കെ കൊടുത്തോ, മാക്സിമം
നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷ വേണേലും കൊടുക്കുന്നതിനോട് ഒരു തെറ്റുമില്ല. അത് കൊടുക്കണം, തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. കാരണം പുള്ളി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടെയാണ്. യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിന് തെറ്റായ ഒരു മെസ്സേജ് കൊടുത്തതുകൊണ്ട് പുള്ളിക്ക് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ശിക്ഷാ നിയമങ്ങളൊക്കെ അനുസരിച്ചുള്ള മാക്സിമം ശിക്ഷ പുള്ളിക്ക് ലഭിക്കണം. അതിൻ്റെ അകത്ത് ഒരു തർക്കവും ഇല്ല. പക്ഷേ ഒരു കരിയർ ഇല്ലാതാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു പ്രതികാര മനോഭാവം പോലെയൊക്കെ ആയി പോകുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരിക്കലും KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഗവൺമെൻറ്റിൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇമേജ് ഉള്ള ഒരു മന്ത്രിയാണ് KV ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അഭിനന്ദാർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. എനിക്കത് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. KSRTCയിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങളും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും ആ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് രേഖപ്പെടുത്താം. കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടും കൂടെ ഒന്ന് ചിന്തിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ശരിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ മാത്രമല്ല ഞങ്ങൾ ആരും വിചാരിച്ചില്ല നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോകും.